അലിഫ് ലാം മീമുമായി ബന്ധപ്പെട്ട് അത് ഇസ്മുൽ അഅ്ലമാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നതിലേക്ക് ചേർത്ത് വെച്ചാൽ ഒരു ദുആയിൽ ഉപകരിക്കും. ഒരു ദുആ ചെയ്യുന്ന നേരത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ ദുആന്റെ മര്യാദകളൊക്കെ ചെയ്തതിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ബഹുമാനപ്പെട്ട ആലി ഇംറാനിലെ തുടക്കത്തെ ഈ ആയത്തുകൾ വെച്ച് അല്ലാഹ് ഇതിലടി അടങ്ങിയ രഹസ്യങ്ങൾ വെച്ച് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ആ രഹസ്യങ്ങൾ എനിക്കറിയില്ല, ആ രഹസ്യങ്ങൾ വെച്ച് നീ എനിക്ക് ഇന്നാലിന നേട്ടങ്ങൾ തരണമേ എന്ന് പറഞ്ഞാൽ ഖൈറായ നേട്ടങ്ങൾ അവന് ലഭിക്കാൻ ഇത് കാരണമാവും. കാഫ് ഹാ യാ ഐൻ സ്വാദ് എന്ന മുന്നിൽ വെച്ച് ഒരു ദുആ ചെയ്യുന്ന മനുഷ്യൻ അല്ലാഹ് ഇതിന്റെ മഹാപൊരുളുകൾ, നീ അറിയുന്ന മഹാപൊരുളുകൾ ഉണ്ടല്ലോ, അതിന്റെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, എനിക്ക് ഇന്നാലിന കാര്യങ്ങൾ നടത്തി തരണമെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു കൊടുക്കും. ഹമീം, ഒരു പ്രയാസത്തിലാകപ്പെട്ട ഒരു വ്യക്തി, അതിന്റെ അതപോടുകൂടെ അവൻ ഹമീം പരിശുദ്ധമായ അതുമായി ബന്ധപ്പെട്ട ഔറാദ് അമാലിയ ദുആകൾ അതിൽ വ്യാപൃതനായി അല്ലാഹു ഇതിന്റെ ഹക്ക് കൊണ്ട് എന്നെ നീ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ ഹമീം ഉള്ളടങ്ങിയ ചില ദുആഇന്റെ പൊരുളുകൾ ചില മശായിഖന്മാർ രേഖപ്പെടുത്തിയതായി ഞാൻ കണ്ടിട്ടുണ്ട്. അന്നഹു യുഫഹമു മിൻ ഹാദൽ ഖൗലി അല്ലാ യകൂന ലിൽക്കൽ ഹുറൂഫി മആനിൻ വഅസ്റാർ والنبي صلى الله عليه وسلم أوتي علم الأولين والآخرين فيحتمل أن يكون ألف لام ميم وسائر الحروف المقطعة من قبيل المواضعات المعميات بالحروف بين المحبين لا يطلع عليها غيرهما وقد واضع الله تعالى مع نبيه صلى الله عليه وسلم في وقت لا يسعه فيه ملك مقرب ولا نبي مرسل ليتكلم بها معه على لسان جبريل عليه الصلاة والسلام بأسرار وحقائق لا يطلع عليها جبريل ولا غيره. ഈ അക്ഷരങ്ങൾക്ക് വളരെ വലിയ ആഴമുള്ള അർത്ഥങ്ങൾ ഉണ്ടെന്നും രഹസ്യങ്ങൾ ഉണ്ടെന്നും തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, മുമ്പുള്ളവരുടെ വിജ്ഞാനവും പിമ്പുള്ളവരുടെ വിജ്ഞാനവും എല്ലാം നിറക്കപ്പെട്ട നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത തന്നെ എന്താണ്? വിജ്ഞാനമല്ലേ. ഫാഖൻ നബിയിന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ. വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ അടുത്തെത്തുന്ന ഒരു പ്രവാചകനുമില്ല, ആരുമില്ല. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുളുകൾ നൽകിയത് നബിമാർക്കാണല്ലോ. പക്ഷെ എന്നിട്ട് പോലും ഒരു നബിയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തെത്തിയ നബിയില്ല, ഒരാളും ഇല്ല. അതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത. മുഅല്ലിമെന്ന് തന്നെയാണല്ലോ പറഞ്ഞത്, ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ, എന്നെ മുഅല്ലിമായി നിയോഗിക്കപ്പെട്ടു എന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അറിവുള്ളവനും അറിവ് പഠിപ്പിക്കുന്നവനും സല്ലല്ലാഹു അലൈഹി വസല്ലം, മുമ്പുള്ളവരുടെയും പിമ്പുള്ളവരുടെയും എല്ലാ രഹസ്യജ്ഞാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറച്ചു കൊടുത്ത ആളാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെല്ലാം ആ അർത്ഥത്തിൽ നമ്മോട് പറഞ്ഞോണം എന്നില്ല. എന്തുകൊണ്ട്? കല്ലിമിനാസ ബിഖദ്രി ഉഖൂലിഹിം ഫൗഹാ ഇലാ അബ്ദിഹി മാ ഔഹാ എന്നൊരായത്തുണ്ട് സൂറത്തുൻ നജ്മിൽ. വഹി അറിയിക്കേണ്ടതെല്ലാം വഹി അറിയിച്ചിട്ടുണ്ട് അല്ലാഹു തആല. മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പ്രത്യേകമായ മുനാജാത്തിന്റെ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൗഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, വഹി അറിയിക്കേണ്ടതെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു എന്നാണ്. എന്താണ് ആ വഹി എന്നതിനെ കുറിച്ചുള്ള ഒരു ചോദ്യം. ഇനി ആ വഹീനെ കുറിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സാധാരണ ഒരു വഹിയല്ല. ഈ ഭൂമിയിലേക്ക് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന വഹീന്റെ എത്രയോ ഇരട്ടിക്കപ്പുറം ഉണ്ടായിരിക്കും ആ വിവരം, ആ അറിവുകൾ. ആ അറിവ് എന്താണെന്ന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞില്ല. ഈ ആയത്തിന്റെ പൊരുൾ ഒരിക്കൽ സ്വഹാബത്ത് നബിയോട് ചോദിച്ചു. അപ്പോൾ ഹബീബായ നബി പറഞ്ഞത് ഉഖിദ മിന്നി ശർത്തുൻ ബി അൻ ലാ അഫ്തഹ അഹദ മിനൽ ഖൽഖി എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിന്റെ പൊരുൾ ഇനി വേറൊരാൾക്ക് തുറന്നു കൊടുക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയിലാണ് ആ വിജ്ഞാനം എനിക്ക് നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ അറിഞ്ഞത് അറിയാത്ത ഒരാൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് വേറൊരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല. എന്തുകൊണ്ട്? അത്രയും വലിയ വിജ്ഞാനം അല്ലാഹു തആല ഹബീബായ നബിക്ക് നൽകിയിട്ടുണ്ട്. മറ്റുള്ള പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള വിജ്ഞാനത്തിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വ്യത്യാസമാണത്. എല്ലാ വിജ്ഞാനത്തിന്റെയും രഹസ്യങ്ങൾ അറിയുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ചില കാര്യങ്ങൾ, ചില രഹസ്യങ്ങൾ അതാ രൂപത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ മറ്റൊരാൾക്ക് കഴിയില്ല. ഈ വിജ്ഞാനം അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില കോഡുകളും ഇഷാറാത്തുകളും മതിയാവും.
ഇപ്പോൾ അലിഫ് ലാം മീം എന്നൊരു വാക്ക് പറഞ്ഞാൽ മുനസ്സലായ ഈ 6000 ചില്ലാനം ആയത്തിനേക്കാൾ വലിയ ആഴം അതിനുണ്ടായേക്കാം. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് മനസ്സിലാക്കാൻ നബിക്ക് കഴിയും. എന്തുകൊണ്ട്? അത്രയും വലിയ വിജ്ഞാനം റസൂലുള്ളാഹി അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഹമീം, അലിഫ് ലാം മീം പോലെയുള്ള കാര്യങ്ങൾ അള്ളാഹിന്റെ ഹബീബ് ബഹുമാനിച്ച അക്ഷരങ്ങളാണത്. പരിശുദ്ധ ഖുർആന്റെ ആയത്തുമാണ്. അതിന്റെ പൊരുൾ തേടിപ്പോയാൽ നമുക്കത് ലഭ്യമാവില്ല. പക്ഷെ അതിനെ നമ്മൾ അതിനെ ബഹുമാനിക്കണം. അതുകൊണ്ടുള്ള ഹിമായത്തുകളെ നമ്മൾ നേടുകയും വേണം. ചില സംരക്ഷണങ്ങൾക്കും ചില കാര്യങ്ങൾക്കും ഒക്കെ അതുകൊണ്ട് കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ടവർ തുടർന്ന് പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക. അലിഫ് ലാം മീം വസായിറുൽ ഹുറൂഫിൽ മുഖത്തഅ മിൻ ഖബീലിൽ മുവാളഅത്തിൽ മുഹമ്മയാത്തി ബിൽ ഹുറൂഫി ബൈനൽ മുഹിബ്ബൈനി. രണ്ട് സ്നേഹിതന്മാർ പരസ്പരം വെക്കപ്പെട്ട ചില പ്രത്യേക പദങ്ങളായിരിക്കാം അത്. അവരുടെ ചില പ്രത്യേകമായ കോഡ് ഭാഷകൾ, അവർക്ക് മാത്രം മനസ്സിലാക്കാവുന്ന രൂപത്തിൽ സംവിധാനിക്കപ്പെട്ട ചില കാര്യങ്ങൾ, ചില പദങ്ങൾ. ലാ യത്തലു അലൈഹാ ഗൈറുഹുമാ, മറ്റൊരാൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയൂല. വഖദ് വാളഅ അല്ലാഹു തആല മഅ നബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. ഫീ വഖ്തിൻ ലാ യസഉ ഫീ മലക്കുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസലുൻ. അത് ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബിക്ക് അക്ഷരങ്ങൾ നൽകി. എന്നാൽ അതിന്റെ രഹസ്യങ്ങൾ ഒരു മുഖറബായ മലക്കിനോ ഒരു മുർസലായ നബിക്കോ മനസ്സിലാക്കാൻ കഴിയുകയുമില്ല. ലിയതകല്ലമ ബിഹാ മഅഹു അലാ ലിസാനി ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് ആ അക്ഷരങ്ങളെ ഹമീം, കാഫ്, ഹാ, യാ, ഐൻ, സ്വാദ്, ഖാഫ്, നൂൻ, സ്വാദ് പോലെയുള്ള അക്ഷരങ്ങൾ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഴിയായി അള്ളാഹുവിന്റെ ഹബീബിന് അല്ലാഹു തആല ഇറക്കി കൊടുത്തു. ബി അസ്റാരിൻ വ ഹഖായിഖ, അതിലടങ്ങിയ രഹസ്യങ്ങളുമായും മഹാസത്യങ്ങളുമായും. ലാ യത്തലു അലൈഹാ ജിബ്രീൽ വലാ ഗൈറുഹു, എന്നാൽ ഇത് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ജിബ്രീലിന് പോലും ഇതിന്റെ പൊരുൾ നബി അറിയുന്ന വിധത്തിൽ അറിഞ്ഞോളണമെന്നില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്ന വിധത്തിൽ ഈ അക്ഷരങ്ങളുടെ പൊരുളുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും അറിഞ്ഞോളണമെന്നില്ല. ഇത് ആഴത്തിൽ അറിയുന്നത് രണ്ട് മുഹിബ്ബുകളാണ്. ഒന്ന് അല്ലാഹു, അവന്റെ കലാമാണത്. രണ്ട് അവന്റെ മെഹബൂബിന് കൊടുത്തു. ആ രണ്ട് മുഹിബ്ബുകൾക്കിടയിലുള്ള കോഡാണിത്. അപ്പോൾ അതിന്റെ സ്ഥാനം എത്ര വലുതായിരിക്കും. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖിൽ ബറൂസവി തങ്ങൾ പറയുന്നു, ഇന്നിനെ സാക്ഷ്യപ്പെടുത്തുന്ന ചില ആധാരങ്ങൾ കാണാം. അന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ സയ്യിദുനാ ജിബ്രീൽ, നസല ബി ഖൗലിഹി തആല കാഫ് ഹാ യാ ഐൻ സ്വാദ്, കാഫ് ഹാ യാ ഐൻ സ്വാദ് എന്ന ബഹുമാനപ്പെട്ട സൂറത്ത് മറിയമിന്റെ തുടക്കാക്ഷരങ്ങളുമായി മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ നബിയിലേക്ക് ഇറങ്ങി വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അഞ്ചക്ഷരവുമായി, ഈ അഞ്ചക്ഷരമാണ് സൂറത്ത് മറിയമിന്റെ റളിയല്ലാഹു അൻഹ തുടക്ക ഭാഗം. അതുമായി സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ഫലമാ ഖാല കാഫ്, കാഫ് ഹാ യാ ഐൻ സ്വാദ്, ഇതിൽ കാഫ് എന്ന് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു, അലിംതു, എനിക്ക് മനസ്സിലായി. ഫലമ്മാ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിംതു ഫഖാല ജിബ്രീൽ ഹാ കാഫ് ഹാ, രണ്ടാമത്തെ അക്ഷരമായ ഹാ എന്ന് മൊഴിഞ്ഞു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിംതു, അപ്പോഴും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിംതു, എനിക്കറിയാം. ഫഖാല ജിബ്രീൽ യാ കാഫ് ഹാ യാ ഐൻ സ്വാദ്, മൂന്നാമത്തെ അക്ഷരമായ യാ മൊഴിഞ്ഞു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിംതു, അപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞു, അലിംതു, എനിക്കറിയാം. ഫഖാല ജിബ്രീൽ ഐൻ, മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോൾ ഐൻ എന്ന് മൊഴിഞ്ഞു. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിംതു, അപ്പോഴും ഹബീബായ നബി പറഞ്ഞു, എനിക്കറിഞ്ഞു. ഫഖാല ജിബ്രീൽ സ്വാദ്, അതിന് അഞ്ചാമത്തെ അക്ഷരമാണ് സ്വാദ്, കാഫ് ഹാ യാ ഐൻ സ്വാദ്. അവസാനത്തെ അക്ഷരമായ സ്വാദ് എന്ന് മൊഴിഞ്ഞു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിംതു, എനിക്കറിഞ്ഞു, എനിക്ക് മനസ്സിലായി. ഫഖാല ജിബ്രീൽ, ഈ അത്ഭുതകരമായ ഈ പ്രതിവചനങ്ങൾ, ഈ പ്രത്യുത്തരങ്ങൾ, കാഫ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അലിംതു, ഹാ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അലിംതു, യാ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അലിംതു, ഐൻ പറയുന്നത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇതിനെല്ലാം ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു അലിംതു. സ്വാദ്, അപ്പോഴും ഹബീബ നബി പറഞ്ഞു അലിംതു. അപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുസ്തഫ നബിയോട് ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വകൈഫ അലിംത മാ ലം അഅലം,
ഞാൻ ഇത് കൊണ്ട് ഇപ്പോൾ ലോഹിൽ നിന്ന് വരികയാണ്. എനിക്കകത്തെ ഇത് മനസ്സിലായിട്ടുമില്ല. ഞാൻ പോലും മനസ്സിലാക്കാത്ത കാര്യം താങ്കൾ എങ്ങനെ മനസ്സിലാക്കി? ആശ്ചര്യജന്യമായി സയ്യിദുനാ ജിബ്രീൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. അവാസ്തവീകരിക്കുന്ന നിലയിലല്ല ചോദിക്കുന്നത്. ഹബീബിന് അത് അറിയാം എന്ന് സയ്യിദുനാ ജിബ്രീലിന് അറിയും അലൈഹിസ്സലാം. അപ്പോൾ ആശ്ചര്യജന്യമായ രൂപത്തിൽ ചോദിച്ചു, കൈഫ അലിംത മാലം ആലം, എനിക്ക് പോലും മനസ്സിലായിട്ടില്ല. ഞാൻ ഇപ്പോഴാകട്ടെ ഇത് ലോഹിൽ നിന്ന് കൊണ്ടുവരികയും താങ്കളത് മനസ്സിലാക്കിയല്ലോ, എങ്ങനെ? ആശ്ചര്യജന്യമായ ചോദ്യം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആഴത്തിലുള്ള പൊരുളുകൾ മനസ്സിലാക്കി കൊടുക്കാത്ത ഒരാൾക്ക് ഇതിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഇതിവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ആഴം അത്ര വലിയതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സൂറത്തുകളുടെ തുടക്കത്തിലുള്ള കേവലമായ അക്ഷരങ്ങളാണ് ഇവ എന്നൊരാളും ധരിക്കരുത്. കഴിഞ്ഞ ഒരു പ്രഭാഷണത്തിൽ നിങ്ങളോട് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ആലി ഇമ്രാനിലെ അലിഫ് ലാം മീം തൊട്ടടുത്ത വചനമായ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്നതിനോട് ചേർത്ത് വെക്കുമ്പോൾ അതിൽ ഇസ്മുൽ അഅ്ലം ഉണ്ട് എന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാപൊരുളുകൾ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയതാണ് ഇസ്മുൽ അഅ്ലം. അത് രഹസ്യങ്ങളുടെ രഹസ്യമാണ്. ഈ അലിഫ് ലാം മീം എന്ന പദം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്നതിലേക്ക് ചേർത്ത് വെച്ചാൽ ഈ ഭൂമിയിൽ നടക്കാത്ത ഒരു കാര്യമില്ല. ആർക്ക്? അതിൻ്റെ അഹ്ലുകാർക്ക്, നമുക്കല്ല, അതിൻ്റെ അഹ്ലുകാർക്ക്. അപ്പോൾ ഇതിൻ്റെ ആഴം വളരെ വലുതാണ്. ആർക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റാറിൻ്റെ മാരിഫത്തുകൾ നൽകിയ ആളുകൾക്ക്. അവർക്ക് എന്തും ഇതുകൊണ്ട് നടക്കും. മരിച്ചവരെ ജീവിപ്പിച്ചവൾ ഉണ്ടല്ലോ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ. അവരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം നിസ്സാരപ്പെട്ട കാര്യങ്ങളാണ്. ആയിരക്കണക്കായ മൈലുകൾ, കിലോമീറ്ററുകൾ സെക്കൻഡ് കൊണ്ട് വിട്ടുകിടന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഉണ്ടല്ലോ, പലതുമുണ്ട്. ഒരു ചെറിയ മൺപാത്രത്തിൽ വിശാലമായ ഒരു തടാകം മുഴുവനും നിറച്ചവരുണ്ടല്ലോ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ. ഇതിനെല്ലാം നിഷേധിക്കുന്നവരെ ഇന്ന് നമുക്ക് കാണാം. അത് കേവലം അല്പബുദ്ധിയായതുകൊണ്ട് മാത്രമാണ് അവരെ നമുക്ക് വെറുതെ വിടാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല രഹസ്യങ്ങളെ തുറന്നു കൊടുക്കുന്ന ആളുകൾ, ആ രഹസ്യങ്ങളെ അവരുപയോഗപ്പെടുത്തുമ്പോൾ അവർക്ക് ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യമാണ്. വഖാല അബ്ദുറഹ്മാൻ അൽ ബിസ്താമി റളിയല്ലാഹു അൻ അൽ ഫവായിഹുൽ മിസ്കിയ ഫി ബഹരിൽ വുഖൂഫ് എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ മഹാനായ അബ്ദുറഹ്മാൻ അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയുന്നതിൽ നിന്ന് മഹാനായ ഇസ്മായിൽ ഹഖിൽ ബറൂസവി തങ്ങൾ തൻ്റെ റൂഹുൽ ബയാന്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തുന്നു, ഇന്ന ബഅൽ അംബിയാഇ അലിമു അസ്റാറൽ ഹുറൂഫി ബിൽ വഹയി. ചില നബിമാർ ചില അക്ഷരങ്ങളുടെ രഹസ്യങ്ങൾ വഹയി കൊണ്ട് അമ്പിയാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചില അക്ഷരങ്ങളുടെ രഹസ്യങ്ങൾ, അക്ഷരങ്ങൾക്കും അക്ഷരങ്ങളുടെ രഹസ്യങ്ങളുണ്ട്. അത് ഖുർആനിലെ ആയത്തിലുള്ള അക്ഷരങ്ങളായാലും ഉണ്ട്, അല്ലെങ്കിലും ഉണ്ട്. ചില അക്ഷരങ്ങൾക്ക് അക്ഷരങ്ങളുടേതായ രഹസ്യങ്ങൾ ഉണ്ട്. ആ രഹസ്യങ്ങളെ ചില പ്രവാചകന്മാർ വഹയി കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന ബഅൽ അംബിയാഇ അലിമു അസ്റാറൽ ഹുറൂഫി ബിൽ വഹയി റബ്ബാനി വൽ ഇൽഖാഇ സമദാനി വബഅലുൽ ഔലിയാഇ, ചില ഔലിയാക്കന്മാർ ബിൽ കശ്ഫിൽ ജലിയിൻ നൂറാനി വൽ ഫൈലിൽ അലി റുഹാനി. മഹാന്മാരായ ചില ആരിഫിങ്ങൾ, ഔലിയാക്കന്മാർ നൂറാനിയായ വളരെ വ്യക്തമായ കശ്ഫ് കൊണ്ട് അത് മനസ്സിലാക്കാൻ അല്ലാഹു തആല അവർക്ക് അവസരം നൽകിയിട്ടുണ്ട്. വബഅലുൽ ഉലമാഇ, മഹാന്മാരായ അള്ളാഹുവിൻ്റെ ആലിമീങ്ങൾ ബിന്നഖ്ലി സ്വഹീഹ് വൽ അഖ്ലി റജീഹ്, മുൻഗാമികളായ ആരിഫീങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയ വളരെ വ്യക്തമായ സത്യസന്ധമായ നഖലുകളിൽ നിന്ന് അത് അവർക്ക് കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. ചില ആലിമീങ്ങൾ, അമ്പിയാക്കൾ വഹയി കൊണ്ടറിഞ്ഞു, ഔലിയാക്കൾ ഇൽഹാം കൊണ്ടറിഞ്ഞു. വറാസിഖൂന ഫിൽ ഇൽമായ, ചില മഹാന്മാരായ ആലിമീങ്ങൾ സ്വഹീഹായി അവർക്ക് മുൻഗാമികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചില ഉദ്ധരണികളിൽ നിന്നും കുറിപ്പുകളിൽ നിന്നും സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. വകുല്ലു മിൻഹും, അമ്പിയാക്കളും ഔലിയാക്കളും ഉലമാക്കളും എല്ലാം ഖദ് അഖ്ബറ അസ്ഹാബഹു ബിബഅദി അസ്റാരിഹാ, ഇതിന്റെ ചില രഹസ്യങ്ങൾ അവരുടെ സ്വഹാബികളോട് ബന്ധപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. ഇമ്മാ ബി ത്വരീഖിൽ കശ്ഫി വശുഹൂദി ഔ ബി ത്വരീഖി റസ്മി വൽ ഹുദൂദി വസ്വഹീഹ്, ചില രഹസ്യങ്ങൾ ലോകത്ത് ഇതിന്റെ ചില രഹസ്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഹാമീം ഹിമായത്തിന് പറ്റുന്നതാണ്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് കശ്ഫ് കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ.
പിൽക്കാലഘട്ടത്തിൽ ഉമ്മത്തിന്റെ ഗുണത്തിന് വേണ്ടി അവർ രേഖപ്പെടുത്തി വെച്ചതാണ്. എന്നാൽ വസ്സഹീഹു അന്നല്ലാഹു തആല തവാ ഇൽമ അസ്റാരിൽ ഹുറൂഫി അൻ അക്തരി ഹാദിഹിൽ ഉമ്മ, എന്നാൽ ഇതിന്റെ മഹാസത്യങ്ങളും പൊരുളുകളും രഹസ്യങ്ങളും ഭൂരിപക്ഷം സമുദായത്തെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുട്ടി വെച്ചിരിക്കുന്നു. തവാ ഇൽമ അസ്റാരിൽ ഹുറൂഫി അൻ അക്തരി ഹാദിഹിൽ ഉമ്മ ലിമാ ഫിഹാ മിനൽ ഹികമിൽ ഇലാഹിയ്യ വൽ മസാലിഹി റബ്ബാനിയ്യ. അല്ലാഹുവിന്റെ വലിയ മസ്ലഹത്തുകളും വലിയ ഹിക്മത്തുകളും അതിന്റെ പിന്നിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ചുരുട്ടി വെച്ചിട്ടുള്ളത്. അത് പുറത്തു പറയാൻ പറ്റില്ല. വലം യഅ്ദൻ ലിൽ അകാബിരി അൻ യഅരിഫു മിൻഹു ഇല്ലാ ബഅദ അസ്റാരിഹി അല്ലതി യശ്മലു അലൈഹാ തർകീബുഹാ യശ്തമിലു അലൈഹാ തർകീബു അൽ ഖാസ്. അതിന്റെ വളരെ കുറഞ്ഞ രഹസ്യങ്ങൾ പുറത്തു പറയാനല്ലാതെ അല്ലാഹു ആർക്കും സമ്മതം നൽകിയിട്ടുമില്ല. ഇപ്പോൾ അലിഫ് ലാം മീമുമായി ബന്ധപ്പെട്ട് അത് ഇസ്മുൽ അഅ്ലമാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്നതിലേക്ക് ചേർത്ത് വെച്ചാൽ ഒരു ദുആയിൽ ഉപകരിക്കും. ഒരു ദുആ ചെയ്യുന്ന നേരത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ ദുആന്റെ മര്യാദകളൊക്കെ ചെയ്തതിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം. ബഹുമാനപ്പെട്ട ആലി ഇംറാനിലെ തുടക്കത്തെ ഈ ആയത്തുകൾ വെച്ച് അല്ലാഹ് ഇതിലടെ അടങ്ങിയ രഹസ്യങ്ങൾ വെച്ച് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ആ രഹസ്യങ്ങൾ എനിക്കറിയില്ല, ആ രഹസ്യങ്ങൾ വെച്ച് നീ എനിക്ക് ഇന്നാലിന്റെ നേട്ടങ്ങൾ തരണമേ എന്ന് പറഞ്ഞാൽ ഖൈറായ നേട്ടങ്ങൾ അവന് ലഭിക്കാൻ ഇത് കാരണമാവും. കാഫ് ഹാ യാ ഐൻ സ്വാദ് എന്ന മുന്നിൽ വെച്ച് ഒരു ദുആ ചെയ്യുന്ന മനുഷ്യൻ അല്ലാഹ് ഇതിന്റെ മഹാപൊരുളുകൾ, നീ അറിയുന്ന മഹാപൊരുളുകൾ ഉണ്ടല്ലോ, അതിന്റെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, എനിക്ക് ഇന്നാലിന്റെ കാര്യങ്ങൾ നടത്തി തരണമേ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു കൊടുക്കും. ഹമീം, ഒരു പ്രയാസത്തിലാകപ്പെട്ട ഒരു വ്യക്തി, അതിന്റെ അതപോടുകൂടെ അവൻ ഹമീം പരിശുദ്ധമായ അതുമായി ബന്ധപ്പെട്ട ഔറാദ് അമാലിയ ദുആകൾ അതിൽ വ്യാപൃതനായി അല്ലാഹു ഇതിന്റെ ഹക്ക് കൊണ്ട് എന്നെ നീ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ ഹമീം ഉള്ളടങ്ങിയ ചില ദുആഇന്റെ പൊരുളുകൾ ചില മശായിഖന്മാർ രേഖപ്പെടുത്തിയതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെ അവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ഹമീം ഉള്ളടങ്ങിയ ഈ ദുആന്റെ ബറക്കത്ത് അവനിലുള്ള കാലത്തോളം അവനെ തൊടാൻ ഒരാൾക്ക് സാധ്യമല്ല. അങ്ങനെയുള്ള ദുആകൾ ഞാൻ കണ്ടിട്ടുണ്ട്, പലയിടത്തുണ്ട്. ബഹുമാനപ്പെട്ട ഹിസ്ബുൽ ബഹറിൽ ഉണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ഹിസ്ബുൽ ബഹർ ദായിമായി ചെല്ലുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ മഹാന്മാരായ ഉലമായിൽ നിന്ന് സമ്മതം വാങ്ങി. അതൊക്കെ ആയിരക്കണക്കായ വർഷങ്ങളായി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളുണ്ട്. അതിൽ നിന്ന് യഥാർത്ഥ സമ്മതം വാങ്ങി ഒരാൾ അത് അനുഷ്ഠിച്ചു പോന്നാൽ ഈ ലോകം മുഴുവനും അവനെ എതിർത്താലും അവനെ തൊടാൻ ഒരാൾക്ക് കഴിയില്ല. ചിലതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കുന്ന ഹാമീമുമായി ബന്ധപ്പെട്ട ചില ദുആകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഹാമീമിനെ വിശദീകരിക്കുന്നിടത്ത് ഷംസുൽ മാരിഫിനെ പോലെയുള്ള ചില ഇമാം ബൂനി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹാന്മാരെല്ലാം ഹാമീമിന്റെ ഉൾപ്പൊരുളുകൾ അടങ്ങിയ അനവധി നൂറുകണക്കിന് ദുആകൾ ഷംസുൽ മാരിഫിലും മറ്റും കാണാം. ഈ ലോകം മുഴുവനും അവനെ എതിർത്താലും അവന്റെ മേൽ ഒരു പൂഴി നുള്ളിയിടാൻ ഒരാൾക്ക് കഴിയില്ല. എന്തുകൊണ്ട്? അത്രയും വലിയ സംരക്ഷണം ഈ ഹാമീം ഉള്ളടങ്ങിയ ദുആയിൽ നിന്ന് ഇവന് ലഭിക്കും. ഇതിന്റെ സിർ അവൻ അറിയില്ല. ഈ സിർ മുഴുവനും കൂടെ പുറത്തു പറയാൻ ഔലിയാക്കന്മാർക്ക് അള്ളാഹു തആല അത് തുറന്നു കൊടുത്തിട്ടില്ല. തുറന്നു കൊടുത്തത് തന്നെ മുഴുവനും കൂടെ പറയാൻ അള്ളാഹുവിന്റെ സമ്മതവുമില്ല. പക്ഷേ ഈ പദങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ ഖുർആന്റെ പല സൂറത്തുകളെയും തുടക്കത്തിൽ കാണുന്ന അക്ഷരങ്ങൾ ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിനല്ല, കോടിക്കണക്കായ രഹസ്യങ്ങൾ ഉൾപ്പെടുന്ന മഹാക്ഷരങ്ങളാണ്. ആ രഹസ്യങ്ങളെ കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. പക്ഷെ അത് കേവലം അക്ഷരങ്ങളാണെന്ന് വിചാരിച്ച് നിസ്സാരവൽക്കരിക്കരുത്. അതിൽ ഉള്ളടങ്ങിയ പൊരുളുകൾ അറിഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് നടക്കുന്ന പല കറാമാത്തുകളും അതിനെ അല്പബുദ്ധികളായ നമ്മൾ നിഷേധിക്കും. എന്തുകൊണ്ട്? നമുക്കത് അറിയൂല. അവരെ സംബന്ധിച്ചിടത്തോളം പതിനായിരക്കണക്കിന് കിലോമീറ്റർ ചില അക്ഷരങ്ങളെ ബറക്കത്ത് കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് വിട്ടുകിടക്കാൻ അവർക്ക് കഴിയും. അത്രയും വലിയ പൊരുൾ ഈ അക്ഷരത്തിൽ ഉണ്ടായിരിക്കും. അത് തന്നെ അല്ലാഹു തആല ഔലിയാക്കൾക്ക് തുറന്നു കൊടുക്കുന്ന അസ്റാറുകളിൽ അല്പം മാത്രമാണ്. അതും നമുക്കറിയില്ല. ഇനി അവർക്കറിയുന്ന രഹസ്യങ്ങളുടെ അല്പമല്ലാതെ തുറന്നു പറയാൻ അവർക്ക് അള്ളാഹുവിന്റെ സമ്മതവുമില്ല. എന്നാൽ ഈ മഹത്തായ അക്ഷരങ്ങൾ പേറി നിൽക്കുന്ന മഹത്തായ ആശയങ്ങളും മഹത്തായ രഹസ്യങ്ങളും ഈ ദൃശ്യപ്രപഞ്ചത്തെക്കാൾ ഉന്നതമാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. ഖുർആന്റെ ഒരു അക്ഷരം പോലും നിസാരമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്. അത് അല്ലാഹുവിന്റെ മഹാരഹസ്യമാണ്.
അത് മഹാരഹസ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള ജമഅ ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, മുമ്പുള്ളവരുടെയും പിമ്പുള്ളവരുടെയും സകല വിജ്ഞാനങ്ങളെയും അള്ളാഹു ദാനമായി നൽകിയ ഹബീബായ റസൂലുള്ളാഹിക്ക് അല്ലാഹു തആല നൽകിയതാണ്. അതുകൊണ്ട് പാഠം ഉൾക്കൊള്ളുകയും അതുകൊണ്ട് നേട്ടം ഉൾക്കൊള്ളുകയും അതുകൊണ്ട് പുണ്യം നേടുകയും ചെയ്യുക. എന്നാൽ മതത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഭൗതികവാദികളും ഇവ നിഷേധിക്കും. എന്തുകൊണ്ട്? അത്തരം പൊരുളുകൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പൊരുളുകളുണ്ട് എന്ന് അവർ മനസ്സിലാക്കുകയുമില്ല. ഇത്തരം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ വലിയ ആളുകൾ, ആ ആളുകൾക്ക് ഇതുവഴി സിദ്ധിക്കുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ്. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. മഹാനായ സയ്യിദുനാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ടവർ മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു എന്നാണ്. മരിച്ചവരെ ജീവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില അസ്മാകളും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ആ അസ്മാകളൊന്നും അറബിയല്ല. അറബി ആ കാലഘട്ടത്തിൽ അവർക്കിടയിൽ പ്രചാരത്തിലില്ല. ഒന്നിരിക്കൽ ഹിബ്രു അല്ലെങ്കിൽ സുരിയാനി, ഇതൊക്കെയായിരുന്നു മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആ കാലഘട്ടത്തിലെ ജനങ്ങളും ആ പ്രദേശവാസികളുമെല്ലാം പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് അവർ അറബികളല്ല. ഈ അസ്മാകൾക്ക് ചില നേട്ടങ്ങൾ, ആ അസ്മാകൾ പറഞ്ഞാൽ ആ ആളുകൾ ജയിക്കും. ഒരിക്കലും ഷിഫയാവില്ല എന്ന് പ്രതീക്ഷിക്കുന്ന അനവധി രോഗങ്ങളും അവർ മാറ്റുകയുണ്ടായി. അതിനും ഇത്തരത്തിലുള്ള ചില അസ്മാകളാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയോഗിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്ന അസ്മാകളും ഹുറൂഫുകളും നമുക്ക് അറിവില്ലാത്തവയെല്ലാം അതാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അതേ സമയത്ത് നമുക്കറിയാത്തതും അറബി അല്ലാത്തതുമായ പല അസ്മാകളുമുണ്ട്. അവയ്ക്കെല്ലാം മഹത്തായ കഴിവുകളും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ചിലതെല്ലാം ഹുറൂഫിൻ്റെ കഴിവുകളാണ്. ഹുറൂഫിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നിശ്ചയിച്ചിട്ടുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ. അസ്മാകളിൽ അത്ഭുതമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടല്ലോ. എന്തുകൊണ്ട്? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, മലക്കുകളെ പോലും അത്ഭുതപ്പെടുത്തിയ അസ്മാകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ സയ്യിദുനാ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചില്ലേ? അപ്പൊ അങ്ങനെ ഈ അസ്മാകൾക്ക് ഒരു അത്ഭുതമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. അതേതൊക്കെയാണ് അസ്മാ എന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർക്കുണ്ട്. പക്ഷേ ഖുർആൻ നാമങ്ങൾ എന്ന അർത്ഥത്തിൽ അസ്മാകൾ എന്ന് തന്നെയാണ് അവിടെയൊക്കെ പ്രയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ പൊരുളുകൾ വളരെ വലുതായത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ കേവല അസ്മാ എന്ന നിലക്കല്ലല്ലോ. അതിൻ്റെ പൊരുളുകൾ വളരെ വലുതായത് കൊണ്ടാണല്ലോ അള്ളാഹു മഹാനായ സയ്യിദ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ നിഷേധികളായി മാറരുത്. നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം നമുക്ക് അറിവില്ല എന്നതാണ്. നമുക്ക് അറിവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്നാൽ അറിവില്ല എന്ന് അറിവില്ലാത്ത ആളുകളാണ്. അവർക്ക് അറിവില്ല, അതേ സമയത്ത് അറിവില്ല എന്നും അറിവില്ല. എന്നാൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അറിവില്ലെങ്കിലും അവർക്ക് അറിവില്ല എന്നൊരു കാര്യത്തിൽ അറിവുണ്ടായിരിക്കും. ഒരുപാട് രഹസ്യങ്ങളുടെ കേന്ദ്രമാണ് നാം വസിക്കുന്ന ഈ ഭൂമിയും ഈ പ്രപഞ്ചവും ഈ സംവിധാനവും എല്ലാം എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. ഈ കാണുന്ന ഈ ദൃശ്യമണ്ഡലത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര വലിയ നക്ഷത്രക്കൂട്ടങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ സംവിധാനിച്ചിട്ടുള്ളത്. കോടാനക്കോടി നക്ഷത്രക്കൂട്ടങ്ങൾ, ആയിരക്കണക്കായ പതിനായിരക്കണക്കായ പ്രകാശവർഷങ്ങൾക്ക് അപ്പുറമുള്ള നക്ഷത്ര സമസ്യകൾ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഖൽക്കുകളാണ്, സൃഷ്ടികളാണ്. എന്നാൽ അതിനേക്കാൾ അത്ഭുതമാണല്ലേ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ. ആകാശം ഒരു അത്ഭുതമാണെങ്കിൽ, നക്ഷത്രങ്ങൾ ഒരു അത്ഭുതമാണെങ്കിൽ, അതൊന്നും ഖുർആനിലേക്ക് ചേർത്ത് നോക്കിയാൽ അത്ഭുതമേ അല്ലല്ലോ. എന്തുകൊണ്ട്? ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമല്ലേ. ഈ കാണുന്നതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളല്ലേ. ഈ ലൈഫായ ഈ സൃഷ്ടികളിൽ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രമേൽ അത്ഭുതങ്ങളെ സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമിലെ അത്ഭുതങ്ങൾ എത്ര വലുതായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന ആ പരിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു ചെറിയ അധ്യായം, ആ അധ്യായത്തിന് സമാനമായത് കൊണ്ടുവരാൻ അക്കാലഘട്ടത്തിലെ ശാസ്ത്ര സാഹിത്യ പടുക്കൾക്ക് കഴിഞ്ഞില്ല. സാഹിത്യത്തിലെ ശാസ്ത്രചിന്തകരായിരുന്നു അവർ. അതായത് സാഹിത്യത്തെ എങ്ങനെ വലിക്കാനും നീട്ടാനും കഴിവുള്ളവരായിരുന്നു അവർ. അവരെ പോലെ സാഹിത്യയുടെ മഹാരഹസ്യപ്പൂട്ടുകൾ തുറന്ന ആളുകൾ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ പോലും ഉണ്ടാവുകയില്ല.
അത്രയും വലിയ അത്ഭുതകരമായ സാഹിത്യ മർമ്മമറിഞ്ഞ ആളുകളായിരുന്നു അവർ. എന്നിട്ട് കേവലം 46 അക്ഷരങ്ങളുള്ള വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമായ ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന അധ്യായത്തിന് പകരം കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത് കേവലം ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു കാര്യം ഉറപ്പാണ്, അതിൻ്റെ ചില യുക്തികൾ നമുക്ക് തന്നെ എന്തുകൊണ്ടാണ് അവർക്കതിന് കഴിയാതെ വന്നത് എന്നത് സ്വാഭാവികമായി ചിന്തിക്കുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്തുകൊണ്ട്? ഒരു സാഹിത്യകാരനെ ഒരു സാഹിത്യം ചമക്കുന്നതിന് എന്ത് പ്രയാസമാണുള്ളത്? പക്ഷേ ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന ഏറ്റവും ചെറിയ അധ്യായത്തിന് പോലും പകരം കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് കഴിഞ്ഞതേയില്ല. അവരാരാ? അവർ അറബ് സാഹിത്യ ചരിത്രം കണ്ടതിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ. ഇന്നും ലോകത്തെ ഏറ്റവും വലിയ അറബി ഭാഷയിൽ ഡോക്ടറേറ്റിന് പഠിക്കുന്ന ആളുകൾ പോലും അക്കാലത്തെ അൻതറയെ പോലെയുള്ള ആളുകളുടെയൊക്കെ കാവ്യങ്ങളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും വലിയ സാഹിത്യ പടുക്കളാണ് അവർ. ആ സാഹിത്യ പടുക്കർക്ക് ഇതിനൊരു പകരം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പോലും അത്ഭുതം തോന്നുക. എന്തുകൊണ്ടാണ് അവർക്കത് കഴിയാത്തത്? അതിനൊരു ഉത്തരം കൃത്യമായി നമുക്ക് കിട്ടും. എന്ത്? അവർക്ക് സാഹിത്യങ്ങളുടെ പദങ്ങളുടെ യുക്തി അറിയും. ഇതിൻ്റെ യുക്തി അറിഞ്ഞപ്പോൾ അത് അവരുടെ യുക്തിക്ക് അപ്രാപ്യമായ യുക്തിയാണ്. അതുകൊണ്ടാണ് അവർ അന്തിച്ചു പോയത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ട് എന്നത് പോലും നമുക്കറിയുന്നില്ല. എന്തുകൊണ്ട്? സാഹിത്യത്തിന്റെ ഒരു യുക്തിയും നമുക്കറിയില്ല. അലിഫ് ലാം മീം നൂൻ ഖാഫ് പോലെയുള്ള അക്ഷരങ്ങൾ അറബികളെല്ലാം കേട്ടല്ലോ. അറബികളിൽ നിന്ന് വിശ്വാസികളിൽ നിന്ന് അവിശ്വാസികളിലേക്ക് ഇതെത്തിയല്ലോ. ഒരാൾ പോലും ഇതിനെ ആക്ഷേപിച്ചില്ലല്ലോ. എന്തുകൊണ്ട് ആക്ഷേപിച്ചില്ല? അവരുടെ ചിന്തക്കും അപ്പുറത്തുള്ള യുക്തികൾ അതിലടങ്ങിയതായ ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. അവർ വലിയ സാഹിത്യ സാമ്രാട്ടുകളും സാഹിത്യ പടുക്കളും ആണെന്നിരിക്കവേ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഗ്രാഹ്യത പോലും ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മൾ ഇതെല്ലാം കേവലം അക്ഷരങ്ങളാണെന്ന് പറഞ്ഞു ഒഴിയുകയാണ് വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മൾ. അതുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം നീട്ടുന്നില്ല. ഇതിലെല്ലാം മഹാരഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒറ്റൊറ്റ അക്ഷരങ്ങളിൽ പോലും രഹസ്യങ്ങൾ അടങ്ങിയതായി അള്ളാഹു കാണിച്ചു തരുന്നത് എന്തിനായിരിക്കാം? ഈ 6000 ചില്ലാനം വചനങ്ങൾക്കിടയിലെ ഓരോ അക്ഷരങ്ങളിൽ പോലും മഹാപൊരുളുകൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നാം ചിന്തിക്കാൻ വേണ്ടി കൂടിയായിരിക്കും. അതും ഉണ്ടായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബാവ് കൊണ്ട് തുടങ്ങി, എന്നിട്ട് മക്സൂറത്തായ ബാവ് കൊണ്ട് തുടങ്ങി, ശേഷം ഇസ്മ എന്ന് പറയേണ്ടതാണ്. എന്നാൽ ഇസ്മിന്റെ ഈ കാണാനില്ല. ബിസ്മില്ല ബായിനെ ഇസ്മിനെ രണ്ടിനെയും തമ്മിൽ ചേർത്തു. ഈ കാണാനില്ല. എന്നാൽ സാഹിത്യ പടുക്കളായ അറബികൾക്ക് പോലും അതിൽ ആശയം പറയാൻ കഴിഞ്ഞോ? ഇല്ല. എന്തുകൊണ്ട്? അവരെ പോലും അന്തിച്ച മഹാസാഹിത്യത്തിന്റെ രഹസ്യങ്ങൾ അതിൽ കിടക്കുന്നത് സാഹിത്യകാരന്മാരെ എന്ന യുക്തിയിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമുക്ക് അതും മനസ്സിലാവുന്നില്ല. എങ്കിൽ അവർക്കും നമുക്കും ആർക്കും അപ്രാപ്യമായ ഖുർആന്റെ മഹാപൊരുളുകൾ എത്രയായിരിക്കും? ആ പൊരുളുകളെ കണ്ടെത്താനും നമുക്ക് കഴിയില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുത്തത് തീരെ അറിയുന്ന ആരുമില്ല എന്ന് ധരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇബാദിന്റെ മേൽ വലിയ നിഅമത്തുകൾ ചൊരിയും. ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ എന്ന് പറയുന്നുണ്ട് മഹാനായ ഖദറിനെ പറ്റി അലൈഹിസ്സലാം. വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രത്യേക അറിവ് കൊടുത്തു എന്നാണ് മഹാനായ സയ്യിദുനാ ഖദറിന് അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രത്യേക അറിവുകൾ കൊടുത്തു. വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, ആ മഹാൻ പ്രദർശിപ്പിച്ച ചില അറിവുകളുടെ രഹസ്യങ്ങൾ ഉലുൽ അസ്മിൽപ്പെട്ട ആളായിട്ട് പോലും പ്രത്യക്ഷത്തിൽ മൂസാ നബിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതുമില്ല, ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ല. ഇങ്ങനെയൊക്കെയാണ് രഹസ്യങ്ങളുടെ കാര്യങ്ങൾ കിടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആരിഫ്യങ്ങൾക്ക് അവന്റെ രഹസ്യങ്ങളെ തുറന്നു കൊടുക്കും. അവർക്ക് വായുവിൽ സഞ്ചരിക്കാൻ കഴിയും. അവർക്ക് മഹാത്ഭുത സിദ്ധികൾ കാണിക്കാൻ കഴിയും. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിനെ കൊണ്ട് കാണുകയും അള്ളാഹുവിനെ കൊണ്ട് കേൾക്കുകയും ചെയ്യുന്നവരാണ്. അവരുടെ സകല കാര്യങ്ങളും അള്ളാഹുവിൽ നിക്ഷിപ്തമാണ്. അവരുടെ കാര്യങ്ങളെ അള്ളാഹുവിനെ ഏൽപ്പിച്ചെടുത്ത് കൊടുത്തത് കൊണ്ട് അവരുടെ കാര്യങ്ങളെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ത്രികാലങ്ങൾക്കും അതീതനായ റബ്ബ് ഏറ്റെടുത്തിട്ടുള്ള ആളുകളാണ് അവർ. അല്ലാഹു വലിയുല്ലദീന ആമനു എന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ട് ഈ പൊരുളുകളെ തേടുക. എനിക്കറിയാത്ത മഹാപൊരുളുകൾ ഈ അക്ഷരങ്ങളിൽ ഉണ്ട് എന്നെങ്കിലും നമ്മൾ സമ്മതിച്ച് മനസ്സിലാക്കുക. അതിനെ നിസ്സാരവൽക്കരിക്കാതിരിക്കുക. അതിൻ്റെ പൊരുളുകളിൽ നിന്ന്
മഹത്തുക്കളായ ആരിഫ്യങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള അവരുടെ അദ്കാറുകളിലും മറ്റും വാരിതായിട്ടുള്ള അമൽ കാര്യങ്ങൾ അതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരുന്നത് വലിയ ഫലസിദ്ധിയുള്ള കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ അടിമകൾക്ക് വേണ്ടിയാണ് അല്ലാഹു തആല ഈ സംവിധാനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ആ അടിമകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ എളുപ്പമാക്കും. ഉടമക്കാരനും അടിമകൾക്കും ഇടയിൽ രഹസ്യങ്ങളായ പല തസറുഫാത്തുകളും ഉണ്ടായിരിക്കും. ഉടമക്കാരനും അടിമകൾക്കുമിടയിൽ രഹസ്യമായ ഇടപാടുകൾ ഉണ്ടായിരിക്കും. ഉടമക്കാരൻ അനുഗ്രഹിച്ചതുകൊണ്ട് അടിമക്ക് മഹാസിദ്ധികൾ കരകതമാവും. കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അവൻ്റെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളായ ദാസന്മാരിലും അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. അള്ളാഹു നമുക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്താണ് ഖുർആൻ എന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിൻ്റെ പാരായണത്തിലും അതിൻ്റെ കൽപ്പനകളെ പാലിക്കുന്നതിലും അതിൻ്റെ വിരോധങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്നതിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം.